പ്ലാന്റ്സിൻ്റെ സെക്കൻഡറി ഗ്രോത്തിന് കാരണം ആരൊക്കെയാണ്? നമ്മളുടെ വാസ്കുലാർ കേമ്പിയവും കോർക്ക് കേമ്പിയും ആണ്. ഓക്കെ, വാസ്കുലാർ കേമ്പിയം ആൻഡ് കോർക്ക് കേമ്പിയം. ഇവരുടെ ആക്ടിവിറ്റി കാരണമാണ് എന്തുണ്ടാവുന്നത്? രണ്ടാമതായിട്ട് സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും പിന്നെ നമ്മളുടെ കോർട്ടിക്സ് റീജിയനിൽ വേറെയും കുറേ സെൽസൊക്കെ ഉണ്ടായിട്ട് പ്ലാന്റിന് ഇങ്ങനെ ഗേർത്ത് കൂടുന്നത്. അപ്പോൾ എന്താണ് ഈ എന്താണ് ഈ വാസ്കുലാർ കേമ്പിയും കോർക്ക് കേമ്പിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, രണ്ടാമത് ഗ്രോത്ത് നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ, പുതിയ സൈലവും ഫ്ലോയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസാണ് വാസ്കുലാർ കേമ്പിയും കോർക്ക് കേമ്പിയും. സോ നമുക്ക് ആദ്യം ഇവരെ നോക്കാം അല്ലേ. അപ്പോൾ നമ്മളുടെ പ്ലാന്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആ സെക്ഷൻ, ഒരു ട്രാൻസ്ഫർ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റെമ്മാണ്. ദിസ് ഇസ് ഡൈക്കോട്ട് സ്റ്റെം. ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മാണ്. ഇവിടെ എന്തുണ്ട്? നമ്മൾ മിസ് ഇപ്പോൾ വരച്ചത് എന്താണ്? എപ്പിഡെർമസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ എൻഡോഡെർമസ് ഉണ്ട് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ എൻഡോഡെർമസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആരായിരിക്കണേ? നമ്മളുടെ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട് അല്ലേ. വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. സോ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈലം ഉണ്ട് ആൻഡ് ഫ്ലോയോ ഉണ്ട്. ഓക്കെ, സൈലം ഫ്ലോയോ ഉണ്ട്. ഇത് സൈലം ആണ് ആൻഡ് ദെൻ ഫ്ലോയോ ഉണ്ട്. ഇതിൻ്റെ ഔട്ടർ സൈഡിലായിട്ട് നമുക്ക് ഫ്ലോയോ ഉണ്ട്. നമുക്കറിയാം ഡൈക്കോട്ട് സ്റ്റെം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ട് പേരുടെയും ഇടയിൽ ആരുണ്ട്? ഹിയർ ഇസ് എ കേമ്പിയം. ഈ കേമ്പിയത്തിന് നമ്മൾ എന്താ പറയാം? സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഉള്ളിലുള്ള കേമ്പിയമാണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഇൻട്രാഫെസിക്കുലാർ കേമ്പിയം. ഇൻട്രാഫെസിക്കുലാർ കേമ്പിയം. ഇത്രയും ആദ്യമേ ഉണ്ട്. ഓക്കെ, ഇതിനി സെക്കൻഡറി ഗ്രോത്ത് അല്ല, ഇത് പ്രൈമറിയിലേ ഉണ്ടായ സെൽസ് ആണ്. പ്രൈമറി സൈലം, പ്രൈമറി ഫ്ലോയം ആൻഡ് വാസ്കുലാർ കേമ്പിയം. വാസ്കുലാർ കേമ്പിയം അല്ല, ഇൻട്രാഫെസിക്കുലാർ കേമ്പിയം. വാസ്കുലാർ കേമ്പിയം ഫോം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമതും എന്തുണ്ടാക്കണം? സെക്കൻഡറി സൈലവും ഫ്ലോയും ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സ്റ്റെമ്മിൻ്റെ ഇടയിലുള്ള ഈ സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡുലറി റേസ് എന്ന് പറയുന്നത് അല്ലേ. ഈ മെഡുലറി റേസ് എന്തായിട്ട് മാറും? മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. എന്നിട്ട് ഇവിടെ എന്തുണ്ടാക്കും? ഇവിടെ ഒരു പുതിയ കേമ്പിയം ഫോം ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള നമ്മളുടെ മെഡുലറി റേസ് മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. എന്നിട്ട് അവർ എന്ത് ഫോം ചെയ്യും? ദേ ഫോം ഇന്റർ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ബിറ്റ്വീനിലുള്ള മെഡുലറി റേസ് മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറിയിട്ട് ദേ ഫോം ഇന്റർഫെസിക്കുലാർ കേമ്പിയം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്ത് ഈ ഇൻറ്റർഫെസിക്കുലർ, ആ യെല്ലോ കളറും നടുവിലുള്ള റെഡ് ഇൻട്രാഫെസിക്കുലാർ കേമ്പിയും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് റിംഗ് ആയിട്ട് മാറും. ഈ കംപ്ലീറ്റ് റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാസ്കുലാർ കേമ്പിയം. ആ കംപ്ലീറ്റ് റിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് വാസ്കുലാർ കേമ്പിയം. ഈ വാസ്കുലാർ കേമ്പിയമാണ് ഇനി എന്ത് ചെയ്യാൻ തുടങ്ങുക? വാസ്കുലാർ എന്നാണ് പേരല്ലേ. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടാക്കി തുടങ്ങും. ഈ വാസ്കുലാർ കേമ്പിയം ഇതിൻ്റെ ഉള്ളിലേക്ക് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഇത് മെരിസ്റ്റമാറ്റിക് ആയല്ലോ, ഇതിന് വീണ്ടും ഇനി സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയ സെൽസ് മുഴുവൻ സെക്കൻഡറി സൈലമായിട്ട് മാറും. പുറത്തേക്ക് ഉണ്ടാക്കിയ സെൽസ് മുഴുവൻ സെക്കൻഡറി ഫ്ലോയമായിട്ട് മാറും. പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും ഉള്ളിലേക്ക് സെക്കൻഡറി സൈലം ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ആക്ടിവിറ്റി കാരണം ഇത് കുറേ സൈലം ആണ് കേട്ടോ ഉണ്ടാക്കൽ. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് മുകളിലേക്ക് വരെ വാട്ടർ എത്തിക്കണ്ടേ, കുറേ സെക്കൻഡറി സൈലം ആണ് വേണ്ടത്. സോ കുറേ സെക്കൻഡറി സൈലം ഉള്ളിലേക്കും കുറേ സെക്കൻഡറി ഫ്ലോയും പുറത്തേക്കും ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളത് ആലോചിക്കണേ, ഇത് നമ്മൾ ശരിക്കും ഇത് ഇങ്ങനെ ഒരു സെക്ഷൻ, നമ്മൾ തെങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഭാഗമാണ് ഇത്. അപ്പോൾ തെങ്ങ് ഇങ്ങനെയല്ലേ ഉള്ളത്, തെങ്ങിൻ്റെ ഈ വട്ടം നമ്മൾ ഇങ്ങനെ നോക്കിയാലാണ് ഇത് കാണുക. ഓക്കെ, സോ ഈ ഒരു റിംഗ് എന്ന് പറയുന്നത് സൈഡിലാണ് ഫോം ചെയ്യുക. ഇവിടെ ഉണ്ടാവുന്ന വാസ്കുലാർ കേമ്പിയം ഇങ്ങോട്ടേക്ക് സെക്കൻഡറി സൈലം ഫോം ചെയ്യും. ഓക്കെ, ഇതിൻ്റെ പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും. അപ്പോൾ പ്ലാന്റ് ഇങ്ങനെ തടിവെച്ച് വരും. ഇതെങ്ങനെയാണ് നമ്മളുടെ വ്യൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. തെങ്ങിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചു, നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റിങ് ഇങ്ങനെ കൂടുതൽ വരുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ തടിവെച്ച് വരും. കാരണം എന്താ? പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും ഉള്ളിലേക്ക് സെക്കൻഡറി സൈലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്ലാന്റ് ഇങ്ങനെ തടിവെച്ച് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും കൂടുതലുണ്ടായി. കുറേ ഉണ്ടായ സമയത്ത് നമ്മളുടെ എപ്പിഡെർമൽ സെൽസ് എല്ലാം ക്രഷ്ഡ് ആവും. കാരണം എന്താ? ഇവരുടെ ഈ ഒരു തിക്കിക്കയറ്റം കാരണം ഇങ്ങോട്ടേക്കെല്ലാം പുതിയ സെൽസ് വന്നു. അപ്പോൾ ആദ്യം ഉണ്ടായ പ്രൈമറി സൈലും പ്രൈമറി ഫ്ലോയൊക്കെ തിങ്ങി നെരുകി ചത്തു. ഓക്കെ, അവരൊക്കെ ഡെസ്ട്രോയിഡ് ആകും. എപ്പിഡെർമൽ സെൽസും കോർട്ടെക്സിലെ സെൽസൊക്കെ നശിക്കാൻ തുടങ്ങും.
നമുക്കറിയാം എപ്പിഡെർമിസ് നശിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പരിപാടിയും തീരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ എപ്പിഡെർമിസ് ഉണ്ടാക്കണം. പുതിയ എപ്പിഡെർമിസ് ഉണ്ടാക്കണമെങ്കിൽ എപ്പിഡെർമിസ് പാരൻകൈമയാണ്, അതൊക്കെ പെർമനൻ്റ് ആണ്, അവർക്കിനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ധീരനായ നമ്മളുടെ കോർക്ക് കേമ്പിയം അല്ലെങ്കിൽ ഒരു ധീരയായ നമ്മളുടെ കോർക്ക് കേമ്പിയം ഇവിടെ എന്ത് ചെയ്യും? പുതിയ കോർട്ടെക്സിലുള്ള സെൽസ് ഇവിടെ ഒരു പുതിയ കേമ്പിയം ഉണ്ടാക്കും, പുതിയ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ കോർക്ക് കേമ്പിയം എന്ന് പറയാം. കോർക്ക് കേമ്പിയം. ഓക്കെ, അതിനെയാണ് നമ്മൾ കോർക്ക് കേമ്പിയം എന്ന് പറയുന്നത്. ഈ കോർക്ക് കേമ്പിയം ഇതേപോലെ ഉള്ളിലേക്കും പുറത്തേക്കും പുതിയ സെൽസിനെ ഉണ്ടാക്കും. ഓക്കെ, സോ കോർക്ക് കേമ്പിയത്തിന് നോക്കാം. ഇനി കോർക്ക് കേമ്പിയത്തിനെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് കോർക്ക് കേമ്പിയം. ഈ കോർക്ക് കേമ്പിയം പുറത്തേക്ക് പുതിയ സെൽസിനെ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഇത് നമ്മുടെ കോർക്ക് കേമ്പിയം അല്ലേ. ദിസ് ഈസ് കോൾഡ് കോർക്ക് കേമ്പിയം. കോർക്ക് കേമ്പിയം എന്താണ്? കോർട്ടെക്സ് റീജിയനിലുള്ള സെൽസ് മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറിയതാണ്. കാരണം ഈ വാസ്കുലാർ കേമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി കാരണം ബാക്കിയുള്ള എപ്പിഡെർമൽ സെൽസ് മുഴുവൻ ക്രഷ്ഡായി പൊട്ടിപ്പോയി. അപ്പോൾ പുതിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോർട്ടെക്സിലുള്ള സെൽസ് പുതിയ സെൽസ് ഉണ്ടാക്കി, മെരിസ്റ്റമാറ്റിക് ആയിട്ട് അവർ മാറി. അവരാണ് കോർക്ക് കേമ്പിയം. ഈ കോർക്ക് കേമ്പിയത്തിന് വേറൊരു പേരുണ്ട്, ദാറ്റ് ഈസ് ഫെല്ലോജൻ. ഫെല്ലോജൻ. ഓക്കെ, ഇവർ ഔട്ടറിലേക്ക് പുതിയ മെരിസ്റ്റമാറ്റിക് സെൽസിനെ, പുതിയ സെൽസിനെ ഉണ്ടാക്കും. ഇവർ പുറത്തേക്ക് ഉണ്ടാക്കുന്ന സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുറത്തേക്ക് ഇവിടെ ഇങ്ങനെ കുറേ സെൽസിന് ഉണ്ടാക്കും. ഓക്കെ, പുറത്തേക്ക് ഒരുപാട് പുതിയ സെൽസിനെ ഉണ്ടാക്കും. ഈ സെൽസിനെയാണ് നമ്മൾ പറയുന്നത് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം. ഫെല്ലം അല്ലെങ്കിൽ കോർക്ക്, പുറത്തേക്ക് ഉണ്ടാക്കുന്ന സെൽസ്. ഇതേപോലെ ഇവർ ഉള്ളിലേക്കും പുതിയ സെൽസിനെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കും അവർ പുതിയ സെൽസിനെ ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്ന സെൽസിനെയാണ് നമ്മൾ പറയുന്നത് ഫെല്ലോഡേം ഓർ സെക്കൻഡറി കോർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്ന സെൽസാണ് ഫെല്ലോഡേം അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സ്. പുറത്തേക്ക് ഉണ്ടാക്കുന്ന സെൽസാണ് ഫെല്ലം അല്ലെങ്കിൽ കോർക്ക്. ഓക്കെ, ആൻഡ് ഇവരെ 3 പേരെയും കൂടി, അതായത് ഈ ഫെല്ലോഡേമിനെ, അതുപോലെ തന്നെ ഫെല്ലോജെന്നിനെ, അതുപോലെ ഫെല്ലത്തിനെ, ഇവരെ 3 പേരെയും കൂടി നമ്മൾ ഒരുമിച്ച് പറയുന്ന ടേമാണ് പെരിഡേം. പെരിഡേം. സോ വാട്ട് ഈസ് പെരിഡേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഔട്ടർ ഫെല്ലം, മിഡിൽ കോർക്ക് കേമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ, ഉള്ളിലുള്ള ഫെല്ലോഡേം. ഇവർ 3 പേരെയും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിഡേം എന്ന് പറയുന്നത്. ഇതെന്തായിട്ട് മാറും? ഇതാണ് നമ്മൾ പ്ലാന്റിനെ തൊടുമ്പോൾ നമുക്കൊരു റഫായിട്ടുള്ള സ്കിന്നില്ലേ, ബാർക്ക് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി പെരിഡേം എല്ലാം കൂടി ചേർന്നിട്ടാണ് ബാർക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്തായപ്പോൾ പ്ലാന്റിൻ്റെ തിക്നെസ് പിന്നെയും കൂടി. ഓൾറെഡി വാസ്കുലാർ കേമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി കാരണം ഇവിടെ പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും ഉള്ളിലേക്ക് സെക്കൻഡറി സൈലും ഒക്കെ വന്നപ്പോൾ തിക്നെസ് കൂടി. ഇത് കാരണം എപ്പിഡെർമൽ സെൽസ് ക്രഷ്ഡ് ആയതുകൊണ്ട് പുതിയ സെൽസ് വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നു. അതാണ് നമ്മളുടെ ഫെല്ലും ഫെല്ലോഡേമും ഒക്കെ. അപ്പോൾ എന്തായി? വീണ്ടും തിക്നെസ് കൂടി. ഇങ്ങനെയാണ് സെക്കൻഡറി ഗ്രോത്ത് സംഭവിക്കുന്നത് ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് കോർക്ക് കേമ്പിയം ആൻഡ് വാസ്കുലാർ കേമ്പിയം. ഇതിനെ തന്നെ ഇവിടെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ സെക്കൻഡറി സൈലോം സെക്കൻഡറി ഫ്ലോയും ഉണ്ടായില്ലേ ഇവിടെ ഇങ്ങനെ സെക്കൻഡറി സൈലോം സെക്കൻഡറി ഫ്ലോയും. ഇത് നമ്മളുടെ വാസ്കുലാർ കേമ്പിയം. ഓക്കെ, ഇതേ പ്രൈമറി സൈലം പ്രൈമറി ഫ്ലോയും, അതിൻ്റെ ഇടയിൽ റെഡ് കളറിൽ ഇൻട്രാഫെസിക്കുലർ കേമ്പിയം, ഈ പിങ്ക് കളറിൽ ഇന്റർഫെസിക്കുലർ കേമ്പിയം. ഇത് പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും ഉണ്ടാക്കി, ഉള്ളിലേക്ക് സെക്കൻഡറി സൈലം ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സെൽസ് എന്തായിട്ട് മാറുന്നുണ്ട്? ഇതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് സെൽസ് പാരൻകൈമാറ്റസ് സെൽസ് ആയിട്ട് മാറുന്നുണ്ട്. പാരൻകൈമാറ്റസ് സെൽസ്, ഇവരെയാണ് നമ്മൾ പറയുന്നത് സെക്കൻഡറി മെഡുലറി റേസ്. സെക്കൻഡറി മെഡുലറി റേസ്. പുതിയതായിട്ടുണ്ടായ സെക്കൻഡറി സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ നടുവിലൂടെ ചില പാരൻകൈമാറ്റസ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി മെഡുലറി റേസ്. ഇതിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ റേഡിയൽ കണ്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളുടെ സൈലോം ഫ്ലോയും അപ്വേർഡ് കണ്ടക്ഷനാണ് നടത്തുക അല്ലേ. വാട്ടറിനെയും മിനറലിനെയും മുകളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഫുഡിനെ താഴോട്ടേക്ക് കൊണ്ടുവരിക. അങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ഫ്ലോയത്തിനും സൈലത്തിനും കണ്ടക്ഷൻ ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മളുടെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഡയറക്ഷനിലേക്ക്, റേഡിയൽ ഡയറക്ഷനിലേക്ക് ആരെങ്കിലും കണ്ടക്ട് ചെയ്യണ്ടേ?
ഫുഡും മിനറൽസും ഒക്കെ. അപ്പോൾ റേഡിയൽ ഡയറക്ഷനിലേക്കുള്ള കണ്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സെക്കൻഡറി മെഡുലറി റേസ് ഉള്ളത്. അവരെല്ലാ ഭാഗത്തേക്കും ഒരു വട്ടത്തിൻ്റെ റേഡിയസിലേക്കൊക്കെ കണ്ടക്ട് ചെയ്യും, എല്ലാ ഭാഗത്തേക്കും. അപ്പോഴ് കണ്ടക്ഷന് സൈലോം ഫ്ലോയും ആൻഡ് റേഡിയൽ കണ്ടക്ഷന് നമ്മളുടെ മെഡുലറി റേസ്. സോ ആക്ടിവിറ്റി പറയാനാണെങ്കിൽ വാസ്കുലാർ കേമ്പിയത്തിൻ്റെയും അതുപോലെ തന്നെ വാസ്കുലാർ കേമ്പിയത്തിൻ്റെയും കോർ കേമ്പിയത്തിൻ്റെയും ആക്ടിവിറ്റി കാരണമാണ് എന്തുണ്ടാവുന്നത്? സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുന്നത്. വാസ്കുലാർ കേമ്പിയം വരുന്നത് മെഡുലറി റേസിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലുള്ള മെഡുലറി റേസ് മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറി അവരെന്ത് ഫോം ചെയ്തു? വാസ്കുലാർ കേമ്പിയം ഫോം ചെയ്തു. അത് സെക്കൻഡറി സൈലോം ഫ്ലോയും പ്ലസ് സെക്കൻഡറി മെഡുലറി റേസും ഉണ്ടാക്കി. ഇവരുടെ ആക്ടിവിറ്റി കാരണം കോർട്ടിക്കൽ സെൽസ് ക്രഷ്ഡ് ആയത് കാരണം പുതിയ എപ്പിഡേർമൽ സെൽസ് ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെയാണ് കോർ കേമ്പിയം വരുന്നത്. കോർ കേമ്പിയം എന്തുണ്ടാക്കി? ഫെല്ലോജെൻ, പുറത്തേക്ക് ഫെല്ലം അല്ലെങ്കിൽ കോർക്ക്, ഉള്ളിലേക്ക് ഫെല്ലോഡേം അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സ്. ഇതിൽ ഏറ്റവും ഔട്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഫെല്ലം അല്ലെങ്കിൽ കോർക്ക് എന്ന് പറയുന്ന ഭാഗത്തിന് സ്യൂബറിൻ ഡെപ്പോസിഷൻ ഉണ്ട്. സോ ദാറ്റ് വാട്ടർ ഇംപെർമിയബിൾ ആണ് ഏറ്റവും ഔട്ടർ റീജിയനിലുള്ള നമ്മളുടെ കോർക്ക്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടുപേരുടെ ആക്ടിവിറ്റി കാരണമാണ് വാസ്കുലാർ കേമ്പിയത്തിൻ്റെയും കോർ കേമ്പിയത്തിൻ്റെയും. ഓക്കെ.